guys, welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ഹെയർ കെയർ ടിപ്സ് ആണ്. എൻ്റെ കുറച്ച് ഹെയർ കെയർ ടിപ്സ് നിങ്ങളോടും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. വലിയ കാര്യമായിട്ടൊന്നുമില്ല, കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്സുകളാണ്. കാരണം ഇത് നമ്മൾ ഫോളോ ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ല രീതിക്ക് ഹെയർ ലോസ് കുറയും, ഹെയർ ഗ്രോത്ത് കൂടാനൊക്കെ ആയിട്ട് സഹായിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് നിങ്ങൾക്കും കൂടി പറഞ്ഞു തരാമെന്ന്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഞാനിപ്പോൾ ഡിഗ്രി 3rd ഇയർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു +1 +2 സമയത്തൊക്കെ എന്നെ അറിയുന്നവരാണെങ്കിൽ അറിയായിരിക്കും എനിക്ക് ഇത്രയും മുടി ഉണ്ടായിരുന്നത് ഗൈസ്. അത് ഞാൻ മുടി വളരണമെന്ന് ഭയങ്കരമായ ആഗ്രഹം കൊണ്ട് ചെയ്ത കുറേ മണ്ടത്തരങ്ങളുണ്ട്. ആ മണ്ടത്തരങ്ങൾ കാരണം മുറിക്കേണ്ടി വന്നതാണ്. അങ്ങനെ ആ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം മുടി വേണം എന്നുള്ളവർക്ക് മുടി മുറിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു വിഷമമുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഭയങ്കര സങ്കടമൊക്കെ ആയിരുന്നു. ആ സമയം തൊട്ട് ഞാനിങ്ങനെ ഹെയർ കെയർ ചെയ്യാം, മുടി നല്ലപോലെ ഇനി സൂക്ഷിക്കണം എന്നൊക്കെ വിചാരിച്ച് ചെയ്ത് വരുന്ന കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു ചേഞ്ച് എൻ്റെ ഹെയറിൽ തോന്നി. പിന്നെ അങ്ങോട്ട് ഹെയർ ഗ്രോത്തിൻ്റെ ഒരു ഇതായിരുന്നു. പിന്നെ ഞാൻ മുടി അങ്ങനെ വെട്ടിയിട്ടില്ല, ഒപ്പം വെട്ടി കൊടുക്കണമല്ലോ, അങ്ങനെ ഒപ്പം വെട്ടി കൊടുക്കാറുണ്ട്. അതല്ലാണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു ഹെയർ കട്ടായിട്ടൊന്നും പിന്നെ ചെയ്തിട്ടില്ല. ആകെ ഒപ്പം വെട്ടിയിടും മുടി, അത്ര തന്നെ വിട്ടാറുള്ളൂ. അങ്ങനെ ഞാൻ ചെയ്ത കുറച്ച് ടിപ്സ് നിങ്ങൾക്കും കൂടി പറഞ്ഞുതരാം. ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം നമ്മുടെ സ്കാൽപ്പിൻ്റെ ടൈപ്പ് തിരിച്ചറിയുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഡ്രൈ സ്കാൽപ്പ് ഉള്ളവരുണ്ടാവും, ഓയിലി സ്കാൽപ്പ് ഉള്ളവരുണ്ടാവും, നോർമൽ സ്കാൽപ്പ് ഉള്ളവരുണ്ടാവും. അതാദ്യം തിരിച്ചറിയുക. കാരണം നമ്മളിപ്പോൾ ചിലവർ പറയുന്നുണ്ട് ചിലവർക്ക് ചില പാക്കുകൾ തേക്കുമ്പോൾ നല്ല റിസൾട്ട് കിട്ടും, ചിലവർക്ക് ചില പാക്കുകൾ തേക്കുമ്പോൾ റിസൾട്ട് കിട്ടും. അത് സ്കാൽപ്പിൻ്റെ ഡിഫറൻസ് കൊണ്ടിട്ടാണ്. ഞാൻ തേക്കുന്ന ഒരു പാക്ക് ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിന് അത് തേച്ചിട്ട് റിസൾട്ട് കിട്ടുന്നില്ല എന്നുള്ളത് ആ സ്കാൽപ്പ്, ഞങ്ങളുടെ രണ്ടുപേരുടെയും സ്കാൽപ്പിൽ വരുന്ന ഡിഫറൻസുകൾ കാരണമാണ് അങ്ങനെ വരാത്തത്. അതുകൊണ്ട് ആദ്യം നമ്മൾ സ്കാൽപ്പ് ടൈപ്പ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നതാണ് ഏറ്റവും ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത്. അപ്പം ഡ്രൈ സ്കാൽപ്പൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മളിങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്ക്രാച്ച് ചെയ്ത് നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് എന്താ പറയുക, ഇങ്ങനെ പൊടിഞ്ഞ് ഫ്ലേക്കിനെസ് ഒക്കെ കാണും. അങ്ങനെയുള്ളവരുടെ ഇതാണെങ്കിൽ സ്കാൽപ്പ് ഡ്രൈ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മളിങ്ങനെ സ്ക്രാച്ച് ചെയ്ത് നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് എണ്ണമയം കയ്യിൽ ഫീൽ ചെയ്യുകയാണ്. നമ്മൾ എണ്ണ തലയിൽ വെക്കാതെ തന്നെ എണ്ണമയം ഭയങ്കരമായിട്ട് കയ്യിൽ വരികയാണെന്നുണ്ടെങ്കിൽ അത് ഓയിലി സ്കാൽപ്പ് ആയിരിക്കും. അങ്ങനെ സ്കാൽപ്പ് ടൈപ്പ് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക. സ്കാൽപ്പ് ടൈപ്പ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഹെയറിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് റിസൾട്ട് കിട്ടും. സ്കാൽപ്പ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് വരുന്നത് മസാജിങ് ആണ്. നമ്മൾ ഒരു ഡെയിലി 5 to 10 മിനിറ്റ്സ് ഹെയർ അല്ലെങ്കിൽ സ്കാൽപ്പ് മസാജ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഭയങ്കര ബെനിഫിഷ്യൽ ആയിരിക്കും. നമുക്ക് ആ ഒരു 5 മിനിറ്റ് സ്പെൻഡ് ചെയ്യുന്നത് വഴി നമുക്ക് നല്ല ഹെയർ ഗ്രോത്ത് നമുക്ക് ഉണ്ടാവും. 5 മിനിറ്റൊക്കെ നമ്മൾ ഹെയറിന് വേണ്ടി എന്തായാലും ഹെയർ കെയർ ചെയ്യുന്നവരാണെങ്കിൽ എന്തായാലും 5 മിനിറ്റ് എങ്കിലും പെർ ഡേ ഹെയറിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യണം. അപ്പോൾ ആ ഒരു 5 മിനിറ്റിൽ നല്ല രീതിക്ക് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹെയർ ഗ്രോത്ത് ഭയങ്കരമായിട്ട് ഉണ്ടാവും. നമ്മൾ ഈ ബെഡിൽ കിടന്നിട്ട് ഹെയർ താഴത്തോട്ടൊക്കെ ഇട്ട് മസാജ് ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ടായിരിക്കും. നല്ല പോലെ ബ്ലഡ് സർക്കുലേഷൻ കൂടാനും അതുപോലെ തന്നെ നല്ല രീതിക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനായിട്ടൊക്കെ സഹായിക്കും. ഹെയർ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൂൾസ് ഒക്കെ ഉപയോഗിക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലൊരു ടൂൾ എന്ന് പറയുന്നത് നമ്മുടെ കൈ തന്നെയാണ്. കൈയുടെ ഫിംഗർ ടിപ്സ് ഉണ്ടല്ലോ, ഫിംഗർ ടിപ്സ് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി അടുത്തത് മസാജിങ് പോലെ തന്നെ നമുക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു സാധനമാണ്. മസാജിങ് നമ്മൾ ചെയ്യുന്ന സമയത്ത് വെറുതെ മസാജ് ചെയ്യാതെ ഇത് നമ്മുടെ കയ്യിൽ തേച്ചിട്ട് മസാജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത് പലർക്കും അറിയായിരിക്കും, ഇത് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളാണ്. ഇജിയോൺ എന്നാണ് ഈ ക്യാപ്സ്യൂളിൻ്റെ പേര്. ഇത് എല്ലാ മെഡിക്കൽ ഷോപ്സിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു ക്യാപ്സ്യൂളാണ്. ഈ ക്യാപ്സ്യൂളിൻ്റെ അകത്തൊരു ലിക്വിഡ് ഉണ്ടാവും, ഒരു ഓയിൽ കൺസിസ്റ്റൻസി ആണ്. അത് നമ്മൾ ഫിംഗർ ടിപ്സിലാക്കിയിട്ട് നല്ല രീതിക്ക് മസാജ് ചെയ്ത് കൊടുക്കുക. ഡെയിലി ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ 100% റിസൾട്ടാണ്. ഇത് എനിക്ക് ഇതിനെപ്പറ്റി ആദ്യം അറിയില്ലായിരുന്നു. പിന്നെ വീട്ടിലെ അമ്മയൊക്കെ പറഞ്ഞിട്ടാണ് ഇതിനെപ്പറ്റി അറിയുന്നത്. ഭയങ്കര റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസൾട്ടാണ്. നല്ല രീതിക്ക് തന്നെ ഹെയർ ഗ്രോത്ത് ഉണ്ടായി. ഞാൻ ശരിക്കും ഇത് എന്നെ സംബന്ധിച്ച് ഇത് ഭയങ്കര ഒരു മാജിക്കൽ സംഭവമാണ്. കാരണം അത്രയും ഒരു ഗ്രോത്ത്, പെട്ടെന്നൊരു ഹെയർ ഗ്രോത്ത് ഉണ്ടാകാൻ വേണ്ടിയിട്ട് സഹായിച്ച ഒരു സാധനമാണ് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂള്. അതിന് ഒരെണ്ണത്തിന് എന്തോ 4 രൂപയോ 3 രൂപയോ അങ്ങനെ എന്തൊക്കെയോ വരുന്നുള്ളൂ. അഫോർഡബിൾ ആയിട്ട് കിട്ടുന്ന സാധനമാണ്. അപ്പോൾ ഇതാണ് അടുത്തത്. ഇപ്പോൾ വിറ്റാമിൻ ഇ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്തിന് വേണ്ടി ആവശ്യമായിട്ടുള്ള കുറേ ന്യൂട്രിയൻസ് ഉണ്ട്.
അത് കൺസ്യൂം ചെയ്യുക എന്നതാണ് അടുത്ത ടിപ്പ്. അതായത് ഇപ്പോൾ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ എന്ത് കഴിക്കുന്നു, എന്ത് നമ്മൾ ഉള്ളിലോട്ട് കൊടുക്കുന്നു എന്നുള്ളത്. നമ്മൾ ഫുഡ് കഴിക്കുന്നത് കൂടി ചേഞ്ച് ചെയ്താലേ നല്ല രീതിക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. ഫുഡ് കഴിക്കുന്നത് ചേഞ്ച് ചെയ്യുന്നത് മീൻസ് ഈ ലീഫി വെജിറ്റബിൾസിൻ്റെ യൂസേജ് കൂട്ടുക, ചീര അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൂടുതലായിട്ട് കഴിക്കുക, പിന്നെ മീൻ, മുട്ട, പാല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുഡിൽ കൂട്ടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ ലാസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് ഓയിലിംഗ് ആണ്. ഓയിലിംഗ് ചെയ്യാന്ന് പറയുന്നത് ഹെയർ ഗ്രോത്തിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. ഓയിലിംഗ് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യണം. അതായത് നമ്മുടെ ഫസ്റ്റ് ടിപ്പിൻ്റെ യൂസേജ് ശരിക്കും നമുക്ക് വരുന്നത് ഇവിടെയാണ്. ഓയിലിംഗ് ചെയ്യുമ്പോഴാണ് സ്കാൽപ്പ് ടൈപ്പ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. ഇപ്പോൾ ഡ്രൈ സ്കാൽപ്പൊക്കെ ഉള്ളവരാണെങ്കിൽ നന്നായിട്ട് ഓയിൽ തേച്ച് കുളിക്കാനൊക്കെ ശ്രദ്ധിക്കുക. ഓയിലി സ്കാൽപ്പ് ഉള്ളവരാണെങ്കിൽ ഓയിൽ അധികം വെക്കാതെ നല്ല ഷാമ്പൂ ഒക്കെ തേച്ച് കെമിക്കൽസ് ഇല്ലാത്ത ഷാമ്പൂ ഒക്കെ ഇട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് ഓയിലിംഗ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഹെയറിന് ഒരു നറിഷ്മെൻറ്റും ഒരു ജീവനും ഒക്കെ കിട്ടും. അപ്പോൾ ആ ഓയിലിംഗ് എന്ന് പറയുന്നത് നമ്മുടെ സ്കാൽപ്പിനനുസരിച്ച്, സ്കാൽപ്പിൻ്റെ ടൈപ്പിനനുസരിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ ടിപ്സ് എല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.